ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രാബ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രാബ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാൽഭാഗം എടുത്തിട്ടില്ല. നമുക്കിതിലേക്ക് വേണ്ട സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഴുത്ത 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള മുളകായതുകൊണ്ട് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മല്ലിയില കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടട്ടെ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസും ഉപ്പും 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതാണ് ഉള്ളി വഴറ്റിയ സമയത്ത്. ഇനി വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ. ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇനി അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 5 ഗ്ലാസ് റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പാകത്തിന് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 3/4 പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ റൈസ് 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയെടുക്കാം. കണ്ടോ, നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കട്ടെ.
അപ്പോൾ ഇവിടെ ക്രാബ് നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാറ് മൊത്തം ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല. നമുക്ക് കുറച്ച് ചാറ് വേണം, കാരണം നമ്മൾ ആ ദം ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലാണ് ആ റൈസിലേക്ക് നല്ലതായിട്ട് ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ ചാറും മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ക്രാബ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ചാറ് മൊത്തം വറ്റിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, തിക്ക് ഗ്രേവി ആയിട്ട്. ഇപ്പോൾ റൈസിലേക്ക് നന്നായിട്ട് ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റൈസൊക്കെ ഒന്ന് നേരത്തെ ഇട്ടതിന് ശേഷം നമുക്ക് മുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കറി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ചോറ് കൂടി ഇട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കിസ്മിസും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇടാം. ഇനി ഇതിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. കണ്ടോ? പിന്നെ ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. നമ്മൾ ആ ക്രാബിൻ്റെ ഗ്രേവി ഒഴിച്ചത് കാരണം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.